प्रेज द लॉर्ड। കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ। प्रभु की नाम की स्तुति हो। इस अच्छे समय के लिए मैं परमेश्वर को धन्यवाद देता हूँ। Today we are going to look at chapter 8 and 9 of Matthew's Gospel. മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 8-9 അധ്യായങ്ങളാണ് ഇന്നത്തെ പഠനത്തിനു വേണ്ടി നമ്മൾ എടുക്കാൻ പോകുന്നത്. നമ്മുടെ ശ്രദ്ധയും പ്രാർത്ഥനയും ദൈവവചനത്തിൽ നമുക്ക് കേന്ദ്രീകരിച്ച് നമുക്ക് പഠിക്കാം. अपने ध्यान को प्रभु के वचन की ओर लगाते हुए इस दोनों अध्याय को जो है सीखने के लिए हम लोग कोशिश करेंगे. मैथ्यू चैप्टर 4 verses 23, Matthew 4:23 and Matthew chapter 9:35. മത്തായി 4:23 മത്തായി 9:35 दोनों जरा पढ़िए देखिए. രണ്ടൊന്ന് വായിച്ചേ. मलयालम में हिंदी में जो ना पढ़िए जरा. यीशु सारे गलील में फिरता हुआ उनके आराधनालयों में उपदेश करता और राज्य का सुसमाचार प्रचार करता और लोगों की हर प्रकार की बीमारी और दुर्बलता को दूर करता रहा. 9:35 पढ़िए. यीशु सब नगरों और गांवों में फिरता रहा और उनके आराधनालयों में उपदेश करता और राज्य का सुसमाचार प्रचार करता और हर प्रकार की बीमारी और दुर्बलता को दूर करता रहा. ഈ രണ്ട് സ്ഥലത്ത് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ. ഈ दोनों जगह पर आपने बिग बात को नोटिस किया है. റിപ്പീറ്റഡ്. ഈ രണ്ട് സ്ഥലത്ത് റിപ്പീറ്റഡ് ആണ്. 4:23 9:35 രണ്ട് റിപ്പീറ്റഡ് ആണ്. 3 बातें रिपीटेड ആണ്. 3 बातें रिपीटेड है. नंबर 1, ജീസസ് preached, ജീസസ് taught, ജീസസ് healed. യേശു പ്രസംഗിച്ചു, യേശു ഉപദേശിച്ചു, 3 യേശു സൗഖ്യമാക്കി. ഓക്കെ. അപ്പോൾ 5 തൊട്ട് 7 വരെയുള്ള അധ്യായങ്ങളിൽ യേശുവിൻ്റെ ഉപദേശമാണ് മത്തായി നമ്മളെ കാണിക്കുന്നത്. मैथ्यू 5-7 में यीशु मसीह के टीचिंग को जो है मैथ्यू हमको बताता है. मैथ्यू 8 and 9 में जीसस का ഹീലിംഗ് को മാത്യു നമുക്ക് बताता है. 8-9 അധ്യായങ്ങളിൽ യേശുവിൻ്റെ സൗഖ്യത്തെയാണ് കാണിക്കുന്നത്. അങ്ങനെ യേശു പ്രസംഗിച്ചു, ഉപദേശിച്ചു, സൗഖ്യമാക്കി എന്നുള്ള കാര്യം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് 4:23 9:35 ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. तो यीशु ने प्रचार किया, यीशु ने टीच किया और यीशु ने चंगाई किया करके हमें सिखाने के लिए, बताने के लिए मैथ्यू ने 4:23 और 9:35 में ब्रैकेट में बताया है. जीसस preached, taught and healed. Did you notice that? ശ്രദ്ധിച്ചായിരുന്നോ അത്? ഓക്കെ. Now come to chapter 8. 8ാം അധ്യായത്തിലേക്ക് വരാം. chapter 8 and 9 में there are 10 miracles. 10 അത്ഭുതങ്ങളെ നമുക്ക് കാണാൻ കഴിയും. 10 miracles. हम लोग उसको देखेंगे. അതിനെ നമ്മൾ ഒന്നൊന്നായി നമ്മൾ നോക്കും. लेकिन उससे पहले आई वॉन्ट टू ഷെയർ സംതിങ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്നാൽ അതിന് മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യേശു അത്ഭുതങ്ങൾ ചെയ്തു. അത്ഭുതം തൻ്റെ മിനിസ്ട്രിയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു. यीशु ने अद्भुत किया और अद्भुत जो है यीशु का मिनिस्ट्री का एक मोस्ट इम्पॉर्टेंट एक प्रथम काम था. लेकिन मैथ्यू जो है हमको यीशु का मिराकल्स उनके प्राइमरी अर्ली डेज ऑफ मिनिस्ट्री में बताता है. മത്തായി തൻ്റെ ഈ അത്ഭുതം, യേശു ചെയ്ത അത്ഭുതത്തെ യേശുവിൻ്റെ ശുശ്രൂഷയുടെ പ്രാരംഭ കാലഘട്ടത്തിലായിരുന്നു ചെയ്തു എന്ന് മത്തായി ഇവിടെ കാണിക്കുന്നത്. ഓക്കെ. 16ാം അധ്യായത്തിലേക്ക് വരാം. 16 अध्याय में जरा आइए. 16 अध्याय उसका 16 വചനം जरा देखिए. 16ാം അധ്യായം അതിൻ്റെ 16ാം വാക്യം നമ്മളൊന്ന് വായിച്ചാൽ അവിടെ പത്രോസ് യേശു ആരാ എന്നുള്ള കാര്യം അവിടെ എല്ലാവരും മുമ്പിൽ പറയുന്നുണ്ട്. सबके सामने പത്രോസ് യേശു മസീഹ് कौन है करके बताता है. उसका 16 वचन जरा देखिए. നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്നും ഉത്തരം പറഞ്ഞു. शीमोन पत्रोस ने उत्तर दिया कि तू जीवते परमेश्वर का पुत्र मसीह है. ओके. ये പീറ്റർ का डिसाइपल्स लोगों का कन्फेशन है. ഇത് പത്രോസും ശിഷ്യന്മാരുടെ വിളംബരമാണ്.
അവർ യേശു ആരാ എന്ന് മെഷിയാണെന്ന് മനസ്സിലാക്കി. എങ്ങനെ മനസ്സിലാക്കി? യേശുവിൻ്റെ ഈ അത്ഭുത പ്രവൃത്തികളിൽ കൂടെ, യേശുവിൻ്റെ പ്രസംഗം, യേശുവിൻ്റെ ആ ഉപദേശത്തിൽ കൂടെ യേശു ആരാ എന്ന് ട്രൂ ഐഡൻറ്റിറ്റി അവർക്ക് മനസ്സിലായി. यीशु मसीह के ये मिराकल्स कामों से, यीशु मसीह के टीचिंग से उनको पता चला जीसस इज द मैसाया, यीशु मसीहा करके समझ में आया. ये समझ में आने के बाद जो है, जीसस इज नॉट डूइंग मच मिराकल इन मैथ्यू गॉस्पल, मे बी one or two miracles. ഈ വിളംബരം, ഈ യേശു ആരാ എന്നുള്ള മെഷിയയാണെന്നുള്ള ആ തിരിച്ചറിവ് ശിഷ്യന്മാർക്ക് ലഭിച്ചതിന് ശേഷം മത്തായി എഴുതിയ സുവിശേഷത്തിലെ മുമ്പോട്ടുള്ള അധ്യായങ്ങളിൽ 1-2 അത്ഭുതങ്ങളെ നമുക്കവിടെ കാണാൻ കഴിയുന്നുള്ളൂ. അതിനെല്ലാം ഈ വിളംബരം ഈ സത്യത്തിൻ്റെ പ്രഖ്യാപനം ചെയ്യുന്നതിന് മുൻപേ അത്ഭുതം കർത്താവ് ചെയ്തു. എന്നാൽ അതിനുശേഷം അത്ഭുതങ്ങളെയല്ല, പ്രത്യേകിച്ച് യേശു അവരെ കാണിക്കാൻ ആഗ്രഹിക്കുന്നത് യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ഉയർപ്പിൻ്റെ പ്രത്യേകതകളെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. യേശു कौन है करके ये समझ पीटर ने जब ही खोलकर कन्फेस किया और चेलों को पता चला कि जीसस मसीहा है करके, उसके बाद जो है चमत्कारों को, मौजज़ों को हम लोग नहीं देखते. उसके बाद चैप्टर 16 के बाद 1 और 2 ही मिराकल्स है. लेकिन चैप्टर 16 के बाद जीसस मेनली फोकस ये करता है, जीसस इज द मैसाया हु हैज कम टू डाई ऑन द क्रॉस. यीशु वो मसीहा है जो कालवरी के सूली पर मरने के लिए आया और तीसरा दिन जी उठने के लिए आया. Now that does not mean miracles are not important, but that means more than miracles, we should know who Jesus is and his death and his resurrection. Okay, that is more important than any miracle. ഈ ലോകത്ത് അത്ഭുതങ്ങൾ യേശു ചെയ്യുന്നു. യേശു അത്ഭുതം ചെയ്യുന്ന കർത്താവാണ്. എന്നാൽ അത്ഭുതങ്ങളെക്കാൾ വലുത് യേശു എന്തുകൊണ്ടാണ് മരിച്ചത്, യേശുവിൻ്റെ ഉയർപ്പിനുള്ള പ്രത്യേകതകൾ എന്താണ്, മരിച്ചത് കൊണ്ട് നമുക്കെന്താണ് ലാഭം എന്നുള്ള കാര്യങ്ങളെ അറിയുന്നതാണ് അത്ഭുതങ്ങളെക്കാൾ ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് 16-ാം അധ്യായത്തിന് ശേഷം യേശുവിനെ ഒരാൾ അറിഞ്ഞാൽ ആ വ്യക്തി യേശുവിനെ ആ ക്രൂശിൻ്റെ മാർഗത്തിൽ അനുഗമിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അല്ലാതെ കർത്താവിനെ അറിഞ്ഞതിന് ശേഷം പിന്നെ അത്ഭുതവും വിടുതലും പറഞ്ഞുകൊണ്ട് കിടക്കുകയല്ല. കർത്താവ് യേശുക്രിസ്തു ആരാ എന്നുള്ള കാര്യം ബോധ്യപ്പെട്ടതിന് ശേഷം ആ ക്രിസ്തു മാർഗത്തിൽ അനുഗമിക്കാനാണ് നമ്മളെ കർത്താവ് വിളിച്ചിരിക്കുന്നത്. യേശു മസീഹ് के पहचान हमें मिलने के बाद यीशु चंगा करता है हमेशा बोल के जानने के लिए नहीं, परमेश्वर ने हमको उसकी पहचान को दिया है. यीशु कौन है पहचानने के बाद यीशु मसीह हमसे चाहता है कि उसके पीछे हम चलकर क्रूस उठाकर यीशु के चेले बने. बट अनफॉर्चुनेटली many Christians today just after miracles, ഇന്ന് പല ക്രിസ്ത്യാനികളും അത്ഭുതങ്ങളും അടയാളങ്ങളും വിടുതലുകളുടെ പുറയിലാണ്. ചില ചർച്ചസിൽ വിടുതലുകൾ മാത്രമേ ഉള്ളൂ, എല്ലാ ദിവസവും ഡെലിവറൻസ് മീറ്റിംഗാണ്. അപ്പം വിടുതലില്ലെന്നല്ല, ഡെലിവറൻസ് ഉണ്ട്. പക്ഷേ ഡെലിവറൻസ് അല്ല ഫോക്കസ്. ക്രിസ്തുവിൻ്റെ ആ ക്രൂശ് മരണത്താൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന ആ അനുഭവവും ക്രിസ്താനുരൂപരായി അനുദിനം അവനെ അനുഗമിക്കുക എന്നുള്ളതാണ് എംഫസസ്. അത് മനസ്സിലാക്കണം. ओके, अल्लाह डिलीवरेंस और मिराकल्स वाला फोकस है. डिलीवरेंस और मिराकल्स का लिए फोकस नहीं है. क्राइस्ट सेंटर्ड होकर क्राइस्ट के पीछे चलना, टू बी ए डिसाइपल ऑफ जीसस क्राइस्ट, दैट इज द एम्फसिस ऑफ मैथ्यू गॉस्पेल. वो है मत्ती का सुसमाचार का एम्फसिस. ओके, नाउ 8 and 9 चैप्टर में मैंने जिस तरह कहा there are 10 miracles, लेकिन 10 miracles के बीच में लाइक ए सैंडविच के जैसा 2 ब्रेड के बीच में जैसा चिकन है, उसी तरह मिराकल्स, 2 मिराकल्स के बीच में डिसाइपलशिप का टीचिंग भी जीसस दे रहा है. 10 അത്ഭുതങ്ങളുടെ എല്ലാ അത്ഭുതങ്ങളുടെ ഇടയ്ക്ക് ശിഷ്യത്വ പാഠനവും കർത്താവ് ഇടയ്ക്ക് കൊടുക്കുന്നുണ്ട്. ഡിസൈപ്പിൾഷിപ്പ് ടീച്ചിങ് എന്താണ്, ശിഷ്യൻ ആകുന്നതിൻ്റെ കമ്മിറ്റ്മെൻ്റ് എന്തൊക്കെ വേണം. കർത്താവ് യേശുക്രിസ്തു ഒരു ശിഷ്യനായി കഴിഞ്ഞാൽ വി ഹാവ് ടു കമ്മിറ്റ് അവർ ലൈഫ്. ആ കമ്മിറ്റ്മെൻറ്റിനെ കുറിച്ച് ഇങ്ങനെ അടുക്കി അതായത് അത്ഭുതം ഡിസൈപ്പിൾഷിപ്പ്, അതായത് അത്ഭുതം ശിഷ്യനാകുക,
അത്ഭുതം ശിഷ്യനാകുക. അങ്ങനെ അടിക്കടിക്ക് വെച്ചിരിക്കുക. ओके, मिराकल्स डिसाइपलशिप, मिराकल्स डिसाइपलशिप, मिराकल्स डिसाइपलशिप, ऐसा जो है बताया गया है टू टीच अस दैट should follow Jesus Christ with commitment, giving ourself completely under the lordship of Jesus. ക്രിസ്തുവിൻ്റെ ആ കർത്തൃത്വത്തിൻ്റെ കീഴിൽ നമ്മളെ തന്നെ പൂർണ്ണമായി കൊടുക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം എന്ന് മത്തായി നമ്മളോട് പറയുകയാണ്. Okay, now let's come to the 10 miracles. ആ 10 അത്ഭുതത്തെ ഒന്ന് നമുക്കൊന്ന് ജസ്റ്റ് मैं दिखाता हूँ and then we will study one by one. ഫസ്റ്റ് മിറാക്കിൾ, ഒന്നാമത്തെ അത്ഭുതം 8-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. 8 का दूसरा वचन में देख सकते हैं. അപ്പോൾ ഒരു കുഷ്ഠരോഗി വന്ന് അവനെ നമസ്കരിച്ചു. वहाँ पर एक कौड़ी उसके पास आया करके हम लोग देख सकते हैं. Number 1 is the healing or cleansing of the leper. കുഷ്ഠരോഗിയെ അവിടെ ശുദ്ധമാക്കുക എന്നുള്ള കാര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ദാറ്റ് ഇസ് നമ്പർ 1. നമ്പർ 2 വേഴ്സസ് 5, 5-ാമത്തെ വാക്യം, വേഴ്സസ് 5. അവൻ കഫർനഹൂമിൽ എത്തിയപ്പോൾ ഒരു ശതാധിപൻ, जब वो कफरनहूम में था, एक सूबेदार, സെഞ്ചൂറിയൻ का सेवक, द सर्वेंट ഓഫ് ദ സെഞ്ചൂറിയൻ, ഈ ശതാധിപൻ്റെ വേലക്കാരനെ അല്ലെങ്കിൽ സെർവൻറ്റിനെ സൗഖ്യമാക്കുന്നതാണ് രണ്ടാമത്തെ. സെക്കൻഡ് മിറാക്കിൾ ഈസ് ദ ഹീലിംഗ് ഓഫ് ദ സെഞ്ചൂറിയൻ സെർവൻറ്റ്. നമ്പർ 3, മൂന്നാമത്തെ കാര്യം, നമ്പർ 3 വേഴ്സസ് 14, 14-ാം വാക്യം. പീറ്റേഴ്സ് മദർ ഇൻ ലോ, പത്രോസിൻ്റെ അമ്മായിമ്മയെ കർത്താവ് സൗഖ്യമാക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, പീറ്റേഴ്സ് മദർ ഇൻ ലോ. Now verses 18 തൊട്ടൊന്ന് നോക്കിക്കേ, 18-ാം വാക്യം തൊട്ടൊന്ന് നോക്കിക്കേ. 18 से जरा पढ़ी, 18-ാമത്തെ വാക്യം തൊട്ട്. यीशु ने जब अपने चारों ओर एक बड़ी भीड़ देखी तो झील के उस पार जाने की आज्ञा दी. तब एक शास्त्री ने पास आकर उससे कहा, हे गुरु, जहां कहीं तू जाएगा मैं तेरे पीछे हो लूंगा. यीशु ने उससे कहा, लोमड़ियों के भट्ट और आकाश के पक्षियों के बसेरे होते हैं, परंतु मनुष्य के पुत्र के लिए सर धरने की भी जगह नहीं है. डिसाइपलशिप टीचिंग. सो 3 मिराकिल्स के बाद डिसाइपलशिप. 3 അത്ഭുതം ചെയ്തു. ആ 3 അത്ഭുതത്തിന് ശേഷം മത്തായി എന്ത് ചെയ്യാണ്? ശിഷ്യത്വ പാഠം കൊണ്ടുവരിക. ഓക്കെ, now come to the 4th miracle. 4-ാമത്തെ അത്ഭുതത്തേക്ക് വരും. 4th miracle is verses 23 onwards. 23 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും 4-ാമത്തെ അത്ഭുതം എന്താണ്? पानी के ऊपर യേശു മസീഹ് പാനി को शांत किया कर നമ്മൾ देख सकते. 24-ാമത്തെ വാക്യം, പിന്നെ കടലിൽ വലിയ ഓളം ഉണ്ടായിട്ട് പടക് തിരകളാൽ മുങ്ങുമാറായി കർത്താവ് ഉറങ്ങിയിരുന്നു. പക്ഷെ കർത്താവ് എന്ത് ചെയ്തു? അവിടുത്തെ തിരമാലകളെ ശാസിക്കുകയും അവിടെ ശാന്തമാവുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. 26 വർഷം 26-ാമത്തെ വാക്യം അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാറ്റിനെയും കടലിനെയും ശാസിച്ച് വലിയ शांतता എന്ന് അവിടെ കാണാൻ കഴിയും. वहाँ पर हम लोग देख सकते हैं कि वो उठकर आंधी और पानी को डांटा और वहाँ पर शांत हो गया. सो वहाँ पर द 4th मिरेकल उस आंधी और तूफान को शांत करना. ओके, द 5th मिरेकल, 5-ാമത്തെ अद्भुतम वर्सेस 28 ऑनवर्ड्स. एक डीमन पोसेस्ड व्यक्ति को, गदरा देश का एक डीमन पोसेस्ड व्यक्ति को यीशु मसीह चंगा करता हुआ बात है वर्सेस 28 ऑनवर्ड्स. 28-ാം വാക്യം തൊട്ട് ഒരു ഭൂതഗ്രസ്തനെ, ഗദരദേശത്തിലുള്ള ഭൂതഗ്രസ്തനെ കർത്താവ് സൗഖ്യമാക്കുന്നതാണ് 5-ാമത്തെ മിറാക്കിൾ, 5th മിറാക്കിൾ. നമ്പർ 6, 6-ാമത്തെ മിറാക്കിൾ, ചാപ്റ്റർ 9, 9-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 8 വരെയുള്ള വാക്യങ്ങളാണ്. ചാപ്റ്റർ 9 का 1 से लेके 8 में एक पैरालिटिक व्यक्ति को यीशु मसीह चंगा करता है. एक पैरालाइज हो गया हुआ व्यक्ति को यीशु मसीह चंगा करता है. उसका दूसरा वचन में लिखा है, കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷവാതക്കാരനെ കർത്താവ് സൗഖ്യമാക്കുന്നു. काट पर रखकर उसे पास लेके आए थे यीशु मसीह के पास, और उस व्यक्ति को जो है झोले से मारे हुए उस व्यक्ति को परमेश्वर जो है चंगा करता है. ये है विच नंबर? Number 6. 6. ओके, तो कितना मिराकल्स हो गया? इतना अद्भुतम കഴിഞ്ഞു? 3 हो गया ना.
राइट। 3, तूफान को शांत किया, തിരമാലകളെ ശാന്തമാക്കി, भूतग्रस्त ने सौख्यमाकी, डीमन पोसेस को ठीक किया. नंबर 3 पैरालिटिक. उसके बाद अभी क्या आने वाला है? അടുത്ത ശേഷം എന്ത് വരും? teaching, discipleship. डिसाइपलशिप टीचिंग. वेरी गुड. चैप्टर 9 का 9 से लेके 17 तक डिसाइपलशिप ടീച്ചിങ്. 9 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങളിൽ ശിഷ്യത്വ പാഠമാണ്. 9 का 9 से लेके 17 verses. ओके, नेक्स्ट 9 का 18, 9-18 വാക്യം. 9:18. അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു. वहाँ पर 18 वचन में लिखा है कि वो से बात जब कर रहे थे सो एक सरदार ने आकर उसे प्रणाम किया और कहा मेरी पुत्री अभी मरी है. എൻ്റെ മകൾ മരിച്ചിരിക്കുന്നു. മകളെ സൗഖ്യമാക്കുന്നതാണ് ദ സെവൻത്ത് മിറാക്കിൾ. 8th മിറാക്കിൾ, 8ാമത്തെ അത്ഭുതം, വേഴ്സസ് 20, 20ാമത്തെ വാക്യം. 20. और देखो कि एक स्त्री जिसके 12 वर्ष से लहू बहता था, 12 സംവത്സരമായി രക്തസ്രവമുള്ള ഒരു സ്ത്രീ. 20ാമത്തെ വാക്യം. 8th മിറാക്കിൾ, 8ാമത്തെ അത്ഭുതം. 9th മിറാക്കിൾ, 9ാമത്തെ, വേഴ്സസ് 27, 27ാമത്തെ വാക്യം. 27. जब यीशु वहां से आगे बढ़ा तो दो अंधे उसके पीछे यह पुकारते हुए चले. 2 अंधों को परमेश्वर चंगाई करता है. യേശു അവിടെ നിന്ന് പോകുമ്പോൾ 2 കുരുടന്മാരെ സൗഖ്യമാക്കുന്നതാണ് 9ാമത്തെ അത്ഭുതം. 9th मिराकल, यीशु मसीह जो है 2 अंधों को यीशु मसीह चंगा करता हुआ. വേഴ്സസ് 32, 32ാമത്തെ വാക്യം. 32. അവർ പോകുമ്പോൾ ചിലർ ഭൂതഗ്രസ്തനായ ഒരു ഊമനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. जब वे बाहर जा रहा तो देखो लोग ने एक गूंगे को जिसमें दुष्टात्मा थी, उसको परमेश्वर चंगा करता है. जो दुष्टात्मा और वो गूंगा था. 32, 10ാമത്തെ അത്ഭുതം. 10 miracles. 10 miracles जो है चैप्टर 8 एंड चैप्टर 9 में हम लोग देख सकते हैं. 8-9 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ആർ യു അണ്ടർസ്റ്റാൻഡിങ് ദിസ്? സോ മാത്യു എങ്ങനെയാണ് ഇതിനെ അടുക്കിയിരിക്കുന്നത് കണ്ടോ? മാത്യു कैसे इसको अरेंज किया देगा? मिराकल्स डिसाइपलशिप, मिराकल्स डिसाइपलशिप. അത്ഭുതം ശിഷ്യത്വം, അത്ഭുതം ശിഷ്യത്വം, ഇങ്ങനെയാണ് അടുക്കി വെച്ചിരിക്കുന്നത്. സോ ലെറ്റ്സ് ഗോ ടു ദ ഫസ്റ്റ് 3 മിറാക്കിൾസ്. ആദ്യത്തെ 3 അത്ഭുതത്തിലേക്കൊന്ന് പോകാം. ക്യാൻ എനിബഡി ടെൽ മീ വാട്ട് ഇസ് കോമൺ? എന്താണ് ഈ 3 അത്ഭുതത്തിൽ കോമൺ ആയിരിക്കുന്ന കാര്യം ഒന്ന് പറയാമോ? വാട്ട് ഇസ് കോമൺ ഇൻ ചാപ്റ്റർ 8 का ഹീലിംഗ് ഓഫ് ലെപ്പർ, സെഞ്ചൂരിയൻ ആൻഡ് വുമൻ. 3 ഈ അത്ഭുതം കർത്താവ് ചെയ്തു. ഫസ്റ്റ് 3 അത്ഭുതത്തിൽ എന്താണ് സാമാന്യമായിരിക്കുന്ന കോമൺ ആയിരിക്കുന്ന കാര്യം? എന്താ ക്യാ കോമൺ? Gentiles. ജെന്റൈൽ. ഹൂ ഇസ് എ ജെന്റൈൽ? വാട്ട് ഇസ് എ കോമൺ തിങ്? തള്ളപ്പെട്ട ആൾക്കാരാണ് ഏ തള്ളപ്പെട്ട ആൾക്കാരാണ് കുഷ്ഠരോഗി, അതുപോലെ ജാതികളിൽ നിന്ന് വന്നയാള്, അതുപോലെ സ്ത്രീയാണ്. സെക്കൻഡ് തള്ളപ്പെട്ട കാറ്റഗറി ആൾക്കാർ. തള്ളപ്പെട്ട ആൾക്കാർ. ഓക്കെ. സിസ്റ്റർ ഡോണാനെ का आउटकास्ट लोग हैं. आउटकास्ट लोग. ओके. विश्वास, वेरी क्लोज टू द आंसर. वेरी क्लोज टू द आंसर. हाँ, क्या है बिन्सी सिस्टर? विश्वास, विश्वास. ओके. लेकिन पीटर का मदर लोग को विश्वास है करके उधर नहीं लिखा. यीशु ने जाके उनको चंगाई की है. डोना सिस्टर आंसर इज वेरी क्लोज. सो जस्ट और भी थोड़ा क्लोज जाइए आप लोग. आउटकास्ट, പുറന്തള്ളപ്പെട്ട ആൾക്കാർ. വെരി ക്ലോസ്. और एक बात बोलेगा तो ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ആവും. അവിടേക്ക് പോയി. അവൾ
തള്ളപ്പെട്ട ആൾക്കാരുടെ അടുത്ത് തള്ളപ്പെട്ട ആൾക്കാരുടെ അടുക്കിലേക്ക് പോയി. ഓക്കെ ഓക്കെ, ഞാനൊരു ക്ലൂ തരാം. ഈ ക്ലൂ തരിക. എവിടുന്ന് തള്ളപ്പെട്ട്? കിതർ സെ ബാഹർ കിയെ വേ ലോഗ്, കിതർ സെ ഔട്ട്കാസ്റ്റ് കിയെ വേ ലോഗ്. നിയമത്തിൽ നിന്ന്, ലോ, യഹൂദന്മാരിൽ നിന്ന്, യഹൂദന്മാരുടെ ലോ. ടെമ്പിൾസ് ആ ടെമ്പിൾസ് ടെമ്പിൾ, ദാറ്റ്സ് ജൂയിഷ് വർഷിപ്പ്. യഹൂദന്മാരുടെ വർഷിപ്പിൽ നിന്ന് പുറത്താണ്. ആര്? കോൺ? लेपर, जेंटाइल, वुमेन एंड ब्रदर्स. अभी अपना चर्च में सिस्टर और ब्रदर के एक ही जगह पे एक ही हॉल में आता है ना. സൗരി സൗരി ഒരേ ഹോളിലല്ലേ വരുന്നേ, अले आनो अले भाई बहन लोग एक ही हॉल में आता है ना. लेकिन जूइश टेम्पल में एक ही हॉल में नहीं आता है. जूइश टेम्पल में വുമൻ കോർട്ട് अलग है, സ്ത്രീകളുടെ കോർട്ട് വെളിയില്ല. സോ വുമൻ वेर नॉट दैट सिग्निफिकेंट जूइश वर्शिप में. सो तो तीनों में जो कॉमन बात है, മൂന്നിൽ കോമൺ ആയിരിക്കുന്ന കാര്യം, दे आर आउटसाइड ऑफ द जूविश वर्शिप. लेकिन यीशु मसीह ने क्या किया? यीशु कर्ताव എന്താ ചെയ്തത്? यीशु मसीह उनके पास जाकर उन्हें चंगाई कर कर and Jesus showed the significant of them. അവരെ ആ വിലയെ കാണിക്കുകയാണ്. അവരെ പുറത്താക്കപ്പെട്ടവരെ മടക്കി കൊണ്ടുവരുന്ന ഒരു അനുഭവമാണ് ഈ മൂന്നിടത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. നമ്പർ 1, ഒന്നാമത്തെ കാര്യത്തിലേക്ക് നമുക്ക് വരാം. ഹീലിംഗ് ഓഫ് എ ലെപ്പർ, ആ കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്ന ഒരു കാര്യത്തിലേക്ക്. ഈ കുഷ്ഠം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പഴയ നിയമത്തിൽ ലേവ്യ പുസ്തകം 13-ാം അധ്യായം അതിൻ്റെ 45-46 വാക്യം നമ്മൾ വായിക്കുമ്പോൾ, ലെവിറ്റിക്കസ് ചാപ്റ്റർ 13 verses 45 and 46 जरा पढ़ी. 45 and 46. जिसमें वह व्याधि हो, उस कोढ़ी के वस्त्र फटे और सिर के बाल बिखरे रहें, और वह अपने ऊपर वाले होंठ को ढांपे हुए अशुद्ध अशुद्ध पुकारा करे. जितने दिन तक वह व्याधि उसमें रहे, उतने दिन तक वह अशुद्ध रहेगा, और वह अशुद्ध ठहरा रहे, इसलिए वह अकेला रहा करे. उसका निवास स्थान छावनी के बाहर हो. ഓക്കെ, മലയാളത്തിലൊന്ന് വായിച്ചു. വടുവുള്ള കുഷ്ഠരോഗിയുടെ വസ്ത്രം കീറിക്കളയണം, അവന്റെ തല മൂടാതിരിക്കണം, അവൻ അതരം മൂടിക്കൊണ്ടിരിക്കുകയും അശുദ്ധൻ അശുദ്ധനെന്ന് വിളിച്ചു പറയുകയും വേണം. അവന് രോഗമുള്ള നാളൊക്കെയും അവൻ അശുദ്ധനായിരിക്കണം, അവൻ അശുദ്ധൻ തന്നെ, അവൻ തനിച്ചു പാർക്കണം. ഇപ്പം മാത്യു ചാപ്റ്റർ 8, മത്തായി എഴുതിയ സുവിശേഷം 8-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ, ഹീലിംഗ് ഓഫ് എ ലെപ്പർ, ലെവിറ്റിക്കസ് ചാപ്റ്റർ 13, 45, 46 നമ്മൾ വായിച്ചല്ലോ. 13-ന്റെ 45-46 വാക്യം നമ്മൾ വായിച്ചല്ലോ. സോ एक कोढ़ी जब उसको खोड़ होता है, so he has to proclaim and say I'm unclean, I'm unclean, ഞാൻ അശുദ്ധൻ അശുദ്ധൻ എന്ന് വിളിച്ച് പറഞ്ഞ് പാളയത്തിന് പുറത്താണ്. सो इस आउटसाइड द कोर्ट करके हम लोग देख सकते हैं एक लेपर. लेकिन യേശു മസീഹ് वहां पर करता हुआ एक बात को देखिए. കർത്താവ് ചെയ്യുന്ന ഒരു കാര്യം നോക്കിക്കേ. 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, 8 का 3 जरा देखिए. 8 का 3. अंडर ब्रदर कैन यू मेक मी होस्ट प्लीज. 8-ാം അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യം, वहां पर लिखा कि അവൻ കൈ നീട്ടി അവനെ തൊട്ടു. യേശു ने हाथ बढ़ाकर उसे छुआ. You know, that is something very compassionate of Jesus. കർത്താവിൻ്റെ എന്താ പറയുന്നത്, അവനോടുള്ള മനസ്സലിവ് ഒന്ന് നോക്കിക്കും. കർത്താവ് അവനെ തൊട്ട് അവനെ എന്ത് ചെയ്തു? സൗഖ്യമാക്കി. യേശു മസീഹ് ने उसे छूकर चंगाई किया. Now notice this. ഒരു കുഷ്ഠരോഗി ഒരാൾ തൊട്ട് കഴിഞ്ഞാൽ ആ തൊടുന്ന ആൾ അശുദ്ധമാകും. തൊടുന്ന ആൾ എന്തായിത്തീരും? അശുദ്ധമാകും. എന്നാൽ യേശു തൊട്ടപ്പോൾ യേശു അശുദ്ധമായില്ല, ആ കുഷ്ഠരോഗി ശുദ്ധമായി തീർന്നു. അതിൻ്റെ അർത്ഥം യേശു പരിശുദ്ധനാണ്, അതുകൊണ്ടാണ് ആ കുഷ്ഠരോഗി ശുദ്ധമായി തീർന്നത്. പരിശുദ്ധൻ ഒറ്റ ഒരാളേ ഉള്ളൂ. ഇവൻ പഴയ നിയമത്തിലെ പുരോഹിതനും പഴയ നിയമത്തിന്റെ പാത്രങ്ങളും പഴയ നിയമത്തിന്റെ കൂടാരം എല്ലാം ശുദ്ധമാണ്, അത് അശുദ്ധമാകാൻ സാധ്യതയുണ്ട്.
ഓക്കെ, मैं हिंदी में बोलूंगा. ഇപ്പോൾ പ്രീസ്റ്റ് അശുദ്ധമാകാം, ഈ പാത്രങ്ങൾ അശുദ്ധമാകാം, കൂടാരം അശുദ്ധമാകാം, സ്ഥലം അശുദ്ധമാകാം, എന്നാൽ പരിശുദ്ധൻ ഒരിക്കലും അശുദ്ധമാകുകയില്ല. കാരണം അവൻ പരിശുദ്ധനാണ്. ആ പരിശുദ്ധനായിരിക്കുന്നവൻ്റെ തൊടൽ ടച്ച് അവിടെ വന്നപ്പോൾ ആ കുഷ്ഠരോഗി സൗഖ്യമായി. देखिए, ओल्ड टेस्टमेंट का प्रीस्ट जो है वो अनक्लीन हो सकता है. ओल्ड टेस्टमेंट का टैबरनेकल अनक्लीन हो सकता है. ओल्ड टेस्टमेंट का जो बर्तन है वो भी अनक्लीन हो सकता है. लेकिन परमेश्वर क्लीन नहीं है, परमेश्वर पवित्र है, अति पवित्र है, जो कभी भी अनक्लीन नहीं हो सकता है. लेप्रसी को छुएगा तो, एक लेपर व्यक्ति को छुएगा तो वो अनक्लीन होगा वो व्यक्ति. लेकिन यीशु मसीह ने जब उसको छुआ तो यीशु मसीह अनक्लीन नहीं हुआ, बल्कि यीशु मसीह का पवित्रता उस व्यक्ति को क्लीन किया कर हम लोग देख सकते हैं. दैट शोज ജീസസ് ഹിംസെൽഫ് ഇസ് ഗോഡ്. യേശു ദൈവമാണ് എന്നാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ മനുഷ്യന്റെ ആ വിശ്വാസം ഒന്ന് നോക്കിക്കേ. ഈ വ്യക്തിക്ക് വിശ്വാസ ജര देखिए वहां पर क्या कहते हैं, उसका दूसरा वचन രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ്, കർത്താവെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. So the faith of this man, he always believed that Jesus is able to do that. But what is the thing? Are you willing to heal me? കർത്താവെ അങ്ങക്ക് എന്നെ സൗഖ്യമാക്കാൻ മനസ്സുണ്ട്, അങ്ങക്ക് കഴിയും. അങ്ങയുടെ കഴിവിനെ ഞാൻ അവിശ്വസിക്കുന്നില്ല. ഐ ഡോണ്ട് disbelieve your ability. You are able to do that. But the question is, are you willing to do that? यीशु मसीह ने इसका फेथ को देखकर यीशु मसीह ने कहा, यू आर നോട്ട് ഹീൽഡ് ബട്ട് ക്ലെൻസ്ഡ്. സൗഖ്യമായെന്നല്ല അവിടെ പറയുന്നത്, എന്താണ്? നീ ശുദ്ധമായി തീർന്നു. ഓക്കെ, ദാറ്റ് ഇസ് നമ്പർ 1. രണ്ടാമത്തത് 8ാം വാക്യം. ദർ ആർ മെനി ഡീറ്റെയിൽസ്, ഐ എം നോട്ട് ഗോയിങ് ദർ. ഒത്തിരി ഡീറ്റെയിൽസ് അവിടെ നമുക്ക് കാണാനുണ്ട്, പഠിക്കാനുണ്ട്. പക്ഷേ അവിടേക്ക് ഞാൻ പോകുന്നില്ല. രണ്ടാമത്തെ അത്ഭുതത്തിലേക്ക് വരും. സെക്കൻഡ് ചങ്കായി में हम लोग जराएंगे. वहाँ पर एक जेंटाइल व्यक्ति, അവിടെ ഒരു യഹൂദനല്ലാത്ത അല്ലെങ്കിൽ വിജാതികനായിരിക്കുന്ന ഒരു വ്യക്തി നമുക്ക് കാണാൻ കഴിയും. സുബേദാറിനെ യേശു മसीह के पास आया और वो क्या कहता है യേശു मसीह को. 8वां वचन, എൻ്റെ 8ാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ യേശു കർത്താവിനോട് പറയുകയാണ്, സുബേദാറിനെ उत्तर दिया कि प्रभु से कहा कि मैं योग्य नहीं हूं कि तू मेरे छत के तले आए, पर केवल मुंह से ये कह दे तो मेरा सेवक चंगा हो जाएगा. അതിന് ശവദാധിപൻ എന്താ പറഞ്ഞത്? കർത്താവേ, നീ എൻ്റെ പുരക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരനും സൗഖ്യം വരും എന്ന് പറഞ്ഞു. ഹി ബിലീവ്ഡ് ഇൻ ദ വേർഡ്സ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. He believed in the authority of Jesus Christ. ये सूबेदार भी एक अथॉरिटी के नीचे है, और ये अथॉरिटी के नीचे उसके अंदर 100 लोग हैं, उसके नीचे 100 लोग हैं, और उस 100 लोगों के ऊपर उसको अथॉरिटी है. और ये सूबेदार कहता है कि जिस तरह मेरा ऊपर एक अथॉरिटी, वो अथॉरिटी मुझे बोलता हुआ बात से I can say and people will obey me. Jesus, you have the authority from God himself. And when you speak a word, my servant will be healed. കർത്താവിനോട്, യേശുവിനോട് താൻ പറയുന്നതിൻ്റെ ഉദ്ദേശം ഇതാണ്, ഞാൻ ഒരു അധികാരത്തിൻ്റെ കീഴിലാണ്. എൻ്റെ മേൽ അധികാരമുള്ളത് കൊണ്ട് ഒരു വാക്ക് ഞാൻ ഒരാട് പറഞ്ഞാൽ ആ വാക്ക് അവരനുസരിക്കും. അങ്ങ് പിതാവിൽ നിന്ന് അല്ലെങ്കിൽ ദൈവത്താൽ ഐക്യപ്പെട്ട പുത്രനായിരിക്കുന്നത് കൊണ്ട് ആ ദൈവത്തിൻ്റെ അധികാരം കൂടെ എൻ്റെ സെർവൻറ്റിനെ അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞാൽ ഒരർത്ഥം പറഞ്ഞാൽ, യേശുവിൻ്റെ അധികാരത്തെ, യേശു ദൈവത്തിൻ്റെ അധികാരത്തിൽ നിന്നാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം താൻ വിശ്വസിച്ചു. ये सुनकर യേശു മസീഹ് ആശ്ചര്യ हो गया. ഇത് കേട്ടിട്ട് കർത്താവ് അവിടെ ആശ്ചര്യപ്പെട്ടു എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇൻ ദ ന്യൂ ടെസ്റ്റ്മെന്റ് there are 2 places Jesus was marveled. രണ്ട് സ്ഥലത്താണ് യേശു ആശ്ചര്യപ്പെട്ടത്. ഒന്ന്, ഒരാളുടെ വിശ്വാസം കണ്ടിട്ട്. 2, ചിലർ അവിശ്വാസം കണ്ടിട്ട്. 2 जगह पर यीशु मसीह आश्चर्य हो गया. एक, ये सूबेदार का विश्वास को देखकर आश्चर्य हो गया, और दूसरा, कुछ लोगों का अविश्वास को देखकर आश्चर्य हो गया. He was marveled looking at the unbelief.
तो ये सूबेदार का विश्वास को देखकर यीशु मसीह ने क्या कहा, उसका 10वां वचन, എന്റെ 10ാമത്തെ വാക്യം വായിക്കുന്നത്, यह सुनकर यीशु ने अचंबा किया और उसके पीछे आ रहे थे उनसे कहा, मैं तुमसे सच कहता हूं कि मैंने इस्राയേൽ में भी ऐसा विश्वास नहीं पाया. അത് കേട്ടിട്ട് കർത്താവ് എന്താ പറഞ്ഞത്? ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം, ഇത്ര വലിയ വിശ്വാസം. എന്താ ഇത്ര വലിയ വിശ്വാസത്തിന്റെ പ്രത്യേകത? യേശുക്രിസ്തുവിന്റെ വചനത്തെ, യേശുക്രിസ്തുവിന്റെ അധികാരത്തെ ഈ മനുഷ്യൻ വിശ്വസിച്ചതാണ് ഇത്ര വലിയ വിശ്വാസം എന്ന് പറയുന്നത്. इतना बड़ा विश्वास का मतलब क्या है? यीशु मसीह के वचन को और यीशु मसीह के अधिकार को इस व्यक्ति ने विश्वास किया, इसके लिए इसको इतना बड़ा विश्वास करके कहा जाता है. The faith means it's not വിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മളിൽ ഇങ്ങനെ എന്തൊക്കെയോ ഇങ്ങനെ പൊങ്ങി വരുന്ന ഇത്ര പെർസെൻറ്റേജ് ഉണ്ട്, ഇത്രയും പെർസെൻറ്റേജ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യമല്ല. വിശ്വാസം എന്ന് പറഞ്ഞാൽ കർത്താവിൽ നാം വെക്കുന്ന ആശ്രയമാണ്, കർത്താവിൻ്റെ വചനത്തിൽ നാം വെക്കുന്ന ആശ്രയമാണ് യഥാർത്ഥം ഫെയ്ത്ത് എന്ന് പറയുന്നത്. ഫെയ്ത്ത് जो है हम परमेश्वर के पर रखता हुआ भरोसा है, the trust we put in God. Okay, so this man trusted in Jesus's word and Jesus's authority. Verses 11, 11ാമത്തെ വാക്യത്തിൽ കർത്താവ് പറയുന്ന കാര്യം കണ്ടോ? 11 and 12 ജറ പഠിയേ. 11ഉം 12 വാക്യം എന്ന് വായിച്ചേ. और मैं तुमसे कहता हूँ कि पूर्व और पश्चिम से बहुत से लोग आकर अब्राहम और इसहाक और याकूब के साथ स्वर्ग के राज्य में बैठेंगे, परंतु राज्य के संतान बाहर अंधकार में डाल दिए जाएंगे, वहां रोना और दांतों का पीसना होगा. हाँ, 11ാമത്തെ 11 वचन में लिखा है कि मतलब दुनिया के छोर से जो है प्रभु के लोग अब्राहम के साथ मिलकर भोजन करेंगे, अब्राहम इसहाक और याकूब के साथ मिलकर भोजन करेंगे. दैट मीन्स पीपल विल कम टू द फेथ. लेकिन जो ऑलरेडी यहूदी इस्राएल में है, जिसको फेथ नहीं है, उनका कॉन्सिक्वेंस क्या होगा? അതായത് 4 ദിക്കിൽ നിന്നും ആൾക്കാർ അബ്രഹാം ഇസ്ഹാക്കും യാക്കോബിനോട് കൂടെ വന്ന് ഭക്ഷണം കഴിച്ച് എന്ന് പറഞ്ഞാൽ സന്തോഷം, ഉല്ലസിക്കും, ഈ വിശ്വാസത്തിലേക്ക് വരും. എന്നാൽ ഇസ്രായേലിലുള്ള ദൈവമക്കൾ എന്ന് അവകാശം പറയുന്ന, അബ്രഹാമിൻ്റെ മക്കൾ എന്ന് അവകാശം പറയുന്നവർ അവിശ്വാസം അവർ ഉള്ളിലുള്ളത് കൊണ്ട്, യേശുവിനെ അവർ വിശ്വസിക്കാത്തത് കൊണ്ട് അതിൻ്റെ പ്രത്യാഘാതമുണ്ട്. അതിൻ്റെ കോൺസിക്വൻസ് എന്താ? അതാണ് 12ാമത്തെ വാക്യം. If we have unbelief, if you do not believe Jesus, who is he? There is a consequence. On consequence के 12 वचन में लिखा है कि परंतु राज्य के संतान बाहर अंधेरे में डाल दिया जाएगा, वह रोना और दांत का पीसना होगा. एक बात को आपने देखा, अंधेरे में डाल दिया गया, उनको हमेशा के लिए अंधेरे में डाल दिया है, लेकिन वहां पर भी वो लोग पश्चाताप नहीं करेंगे, वहां पर भी दांत पीसेंगे. किसके प्रति दांत पीसेंगे? प्रभु के प्रति. उनका लाइफ का डिस्ट्रक्शन को देखकर दांत पीसेंगे. അവിടെ വാക്ക് ശ്രദ്ധിച്ചോ? 12ാമത്തെ വാക്യം, രാജ്യത്തിന്റെ പുത്രന്മാരോ ഏറ്റവും പുറത്തുള്ള ഇരുളിലേക്ക് തള്ളിക്കളയും, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്ന്. അപ്പോ ഇരുട്ടിലോട്ട് ഇട്ടപ്പോഴും അവിടെ മാനസാന്തരപ്പെടുത്തില്ല ഇവര്. അവിടെ എന്ത് കടിക്കുന്ന? പല്ല് കടിക്കുന്നു. ആരുടെതിരെ പല്ല് കടിക്കും? അവരുടെ അന്തം അവർക്ക് മനസ്സിലായി, ഇനി അവർക്ക് ഈ മുമ്പ് തിരിച്ചു വരാൻ പറ്റത്തില്ല എന്നും മനസ്സിലായിട്ട് മാനസാന്തരം പെടുകയല്ല. അവിടെ മാനസാന്തരപ്പെട്ടാലും പ്രയോജനമൊന്നുമില്ല. പക്ഷെ എന്നാലും ഒരു പശ്ചാത്താപമല്ല അവിടെ വരുന്നത്. പിന്നെന്തുവാ? പല്ലുകടി. ആരുടെ എതിരെ പല്ല് കടിക്കുന്നത്? ദൈവത്തിൻ്റെ എതിരെ പല്ല് കടിക്കുന്ന. മനസ്സിലാവുന്നുണ്ടോ? അവിടെയും ദൈവത്തിൻ്റെ എതിരെ ക്രോധത്താൽ നിറയുന്ന ഒരു ജനത്തെ കാണാം ഇരുട്ടിൽ. वो अंधेरे में खुदावन के प्रति गुस्से से भरा हुआ क्रूप को देख सकते हैं, जो दांत पीस रहे खुदावन के प्रति भी. मतलब they will not repent. वो लोग मन नहीं फिराएंगे. Even in that torment also they will gnash their teeth. उस torment में भी वो लोग दांत को पीसेंगे. സോ यहाँ पर एक हिंट को देख सकते हैं. ഇവിടെ ഒരു നമുക്കൊരു സൂചന നമുക്ക് കാണാൻ കഴിയും. നോട്ട് ഓൺലി ജ്യൂസ്, യഹൂദന്മാർ മാത്രമല്ല, people from north, south, east, west, from all areas will come to that great day. ആ വലിയ ദിവസത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് യഹൂദന്മാർ മാത്രമല്ല, ഭൂമിയുടെ എല്ലാ ദിക്കിൽ നിന്നും
ജനം കടന്നു വരും എന്നുള്ള സൂചനയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രൈസ് ഗോഡ്. അടുത്തത് 8-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം. 14 से जब हम लोग पढ़ेंगे तो പത്രോസിൻ്റെ അമ്മായിമ്മയെ കർത്താവ് സൗഖ്യമാക്കുന്നു. എന്നാലും സൗഖ്യം കിട്ടിയിട്ട് അമ്മായിമ്മ എന്താ ചെയ്തെന്നറിയാമോ? ചങ്കായി മിലാത്തോ ഈ പത്രോസ് കാ സാസിനെ ക്യാ കിയ ജറ देखिए. അതിൻ്റെ 15-ാമത്തെ വാക്യം, उसका 15 verses. उसने उसका हाथ छुआ और उसका जोर उतर गया और वो उठकर उसकी सेवा करने लगी. That's a very good example of a discipleship. സൗഖ്യം കിട്ടിയ ഈ അമ്മച്ചി അവളുടെ കൈ തൊട്ട് പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അവർക്ക് ശുശ്രൂഷ ചെയ്തു. അപ്പോൾ കർത്താവ് സൗഖ്യം നൽകുന്നതേ ഇങ്ങനെ സൗഖ്യം കിട്ടി പറഞ്ഞതുകൊണ്ട് പലയിടത്തും പോയി സാക്ഷ്യം പറയാൻ മാത്രമല്ല. അത് പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കർത്താവ് സൗഖ്യം തന്ന കർത്താവിനെ ശുശ്രൂഷിക്കാൻ, അല്ലെങ്കിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ ആണ് കർത്താവ് സൗഖ്യം നൽകുന്നത്. പ്രഭു हमको चंगाई इसके लिए देता है ताकि हम प्रभु की सेवा करें, to serve others, to serve the Lord. That is why परमेश्वर हमको चंगा करता है. So 3 miracles, and तीनों मिरेकल में people believed in God's word. परमेश्वर के वचन पर विश्वास किया, यीशु मसीह की अथॉरिटी पर विश्वास किया, एंड 3 आउटकास्ट लोगों को वापस परमेश्वर चंगा करता है. അതായത് പുറന്തള്ളപ്പെട്ടവരെ കർത്താവ് മടക്കി യഥാസ്ഥാനപ്പെടുത്തുന്നതാണ് 3 അത്ഭുതം. ഓക്കെ, റീസ്റ്റോർ करता हुआ है, हम लोग देख सकते हैं. Now come to discipleship. 18-ാമത്തെ വാക്യം തൊട്ട് നമ്മൾ വായിക്കുമ്പോൾ ഡിസൈപ്പിൾഷിപ്പ്. 19-ാമത്തെ വാക്യം, ഒരു ശാസ്ത്രി കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുകയാണ്, ഗുരു, നീ എവിടെ പോയാലും ഞാൻ നിന്നെ അനുഗമിക്കാം എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഒരു ആഗ്രഹം കാണിച്ചത്? നല്ല ആഗ്രഹമല്ലേ? പക്ഷേ കർത്താവിൻ്റെ ആ മറുപടി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, യേശുവിനെ അനുഗമിക്കുന്നത് ഒരു കംഫർട്ടിന് വേണ്ടിയാണ്. യേശുവിൻ്റെ ആ മറുപടി നോക്കിക്കേ. എന്താണ് യേശു പറഞ്ഞത്? കുരുനരികൾക്ക് കുഴികളും ആകാശത്തിൻ്റെ പറവകൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടം ഇല്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ, നീ എന്നെ അനുഗമിക്കുന്നത് ഒരു കംഫർട്ടിന് വേണ്ടിയാണെങ്കിൽ അതില്ല. 19 वचन में, और एक शास्त्री ने उसके पास आकर उससे कहा, है गुरु, जहां कहीं तू जाएगा मैं तेरे पीछे पीछे हो लूंगा. 20 वचन, यीशु ने उससे कहा, लोमड़ियों के बेट और लोमड़ियों के बट और आकाश के पक्षियों को बसेरे होते हैं, परंतु मनुष्य के पुत्र के लिए सिर धरने के लिए जगह नहीं. तो ये व्यक्ति यीशु के पीछे एक कंफर्ट चाहकर जाने का चांसेस लग रहा है मुझे, क्योंकि यीशु का जवाब में हमको ये मिलता है, अगर तू कंफर्ट चाह के मेरे पीछे आ रहा है तो मुझे सर धरने के लिए जगह नहीं है. If you are looking for a comfort, you will not get it. Even not, I don't have a house. ഒരു വീട് പോലും ഇല്ല, घर भी नहीं है. Today I am in Martha's house, tomorrow I am in another place. If you are looking for a comfort, don't follow me. ഒരു കംഫർട്ടാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ, അല്ല ഒരു വീടാണ് ഉദ്ദേശിക്കുന്നെങ്കിൽ, അല്ല എന്തെങ്കിലും ഒരു കിട്ടും എന്നുള്ള കാര്യമാണ് ചിന്തിച്ചെന്നെ അനുഗമിക്കുന്നെങ്കിൽ, അതല്ല ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് എന്ന് കർത്താവ് അവിടെ വളരെ വ്യക്തമായിട്ട് പറയുക. यीशु मसीह को सर धरने के लिए एक चिंतकन, एक ऑथर ने इस तरह बोला, यीशु मसीह को सर धरने के लिए एक ही जगह था, वो था कालवरी के सूली पे. कालवरी के सूली पर उसने अपने सिरों को धर दिया करके നമ്മൾ देख सकते. തല ചായ്ക്കുവാൻ തനിക്ക് ഈ ഭൂമിയിൽ എങ്ങും ഒരു ഇടമില്ലായിരുന്നു. ഒരു ചിന്തകൻ ഇങ്ങനെ പറയുന്നത്, ഒറ്റ ഇടം മാത്രമേ കർത്താവ് തല ചായ്ച്ച് കിടന്നു, അതാണ് കാൽവറി ക്രൂശിൽ. അപ്പോൾ കംഫർട്ടിന് വേണ്ടി കർത്താവിൻ്റെ അടുക്കലേക്ക് വരിക എന്നുള്ളത് അത് ഒരു ശിഷ്യനെ സംബന്ധിച്ചല്ല. ഈ ലോകത്തിലുള്ള കംഫർട്ടുകളെല്ലാം നീക്കി നമുക്ക് കർത്താവിൻ്റെ അടുക്കലേക്ക് അനുഗമിക്കേണ്ട ആവശ്യമുണ്ട്. इस दुनिया का कंफर्ट को सबको शायद हटाकर जो है यीशु मसीह के पीछे मुझे और आप लोगों को जाना पड़ेगा. Verses 21, 21-ാമത്തെ വാക്യം,
एक और चेले ने उससे कहा है, प्रभु मुझे पहले जाने दे कि अपने पिता को ഗാർഡ് दूं. ശിഷ്യന്മാരിൽ വേറൊരുത്തൻ അവനോട്, കർത്താവെ, ഞാൻ മുൻപേ പോയി എൻ്റെ അപ്പനെ അടക്കം ചെയ്യാൻ അനുവാദം തരണം എന്ന് പറഞ്ഞു. अपने अड़कान अनुवादन तरण में പറഞ്ഞു. मैं अपने पिता को जाकर पहले गार्ड के आता हूँ, फिर मैं तेरे पीछे आएगा. आई एम रेडी टू कम एंड फॉलो यू, बट लेट मी फर्स्ट गो एंड बरी माई फादर. इसका पिताजी अभी तक मरा नहीं है. ഇവന്റെ പിതാവ് ഇതുവരെ മരിച്ചിട്ടില്ല. അगर പിതാജി മറാ होता तो अभी यीशु के पास रुकता नहीं था. യേശുവിന്റെ കൂടെ ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. അതോ പിതാവ് മരിച്ചായിരുന്നെങ്കിൽ. ഇപ്പൊ പിതാവ് മരിച്ചിട്ടില്ല, പക്ഷെ പിതാവ് ഏതെങ്കിലും ഒരു കാലത്ത് മരിക്കും. पिता कोई तो एक जमाने में मरेगा. मरने के बाद जो काम करना है एज ए सन, एक बेटा जो काम करना है वो काम पूरा मैं करके मैं तेरे पीछे होएगा. അതെല്ലാം ചെയ്തിട്ട് ഞാൻ നിന്റെ പിന്നാലെ വരും. ഐ റിമെമ്പർ വൺ കസിൻ ഓഫ് മൈൻ, എൻ്റെ ഒരു കസിനാണ്, എന്നോട് പറഞ്ഞു, ബ്ലസൻ, ഞാനിങ്ങനെ പറഞ്ഞു, ഐ ആം ഇൻ ടു മിനിസ്ട്രി, ഗോഡ് ഹസ് കോൾഡ് മീ ടു ഡു ലോർഡ്സ് വർക്ക്. കർത്താവിൻ്റെ പ്രവർത്തനം, കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി കർത്താവിനെ വിളിച്ചത്, കർത്താവിൻ്റെ വിളി എൻ്റെ മേലുണ്ട്. പ്രഭുവിനെ മുझे ബുലായ കർക്കെ मैंने उसको बोला. तो उसने मुझे एक बात बोला. പുള്ളി എന്നോട് പറഞ്ഞൊരു കാര്യം, പ്ലസ് ഞാൻ അങ്ങനൊന്നും ഇറങ്ങത്തില്ല, मैं ऐसा नहीं निकलेगा, पहला मुझे काम मिलने दो, मैं काम मिलके सेट होने के बाद मैं प्रभु के सेवकाई के लिए उतरेगा. एंड यू नो, इंटरेस्टिंगली अभी भी सेट नहीं हुआ है. ഇപ്പോഴും സെറ്റ് ആയിട്ടില്ല. ഇത് പറഞ്ഞിട്ട് 25 വർഷമായി. ये बोल के 25 साल हो गया, अभी भी सेट नहीं हुआ. अभी भी इधर दुबई में काम करता है, ഇപ്പോഴും ദുബായ് ജോലി ചെയ്യുന്നുണ്ട്. तो कभी सेट होएगा? എപ്പോ സെറ്റ് ആവും? ദാത്ത് പൂര ജാക്കെ പല്ലെല്ലാം പോയി, ബാൽ പൂര ജാക്കെ നടക്കാനും വയ്യ, ഇനി ഞാൻ പോകാൻ നോർത്ത് ഇന്ത്യ കർത്താവിന് വേണ്ടി വേല ചെയ്യാൻ. അയ്യോ, അങ്ങനെ വേലയൊന്നും വേണ്ട. तो we set you should set our priorities. ചിലർക്ക് അപ്പനെ ഭയങ്കര സ്നേഹം, യേശു കാട്ടി കൂടുതൽ സ്നേഹം അപ്പനെയാ. कुछ लोगों के यीशु से ज्यादा प्रेम पिताजी से. मैंने एक पंजाबी भाई को सुसमाचार सुना है, थोड़ा टाइम तक चर्च में आया, കുറച്ച് നാൾ ചർച്ചിൽ വന്നു, ബാപ്റ്റിസം का टाइम आया, കുറേ മാസമായി. ഞാൻ പറഞ്ഞു, ബാപ്റ്റിസമിന്റെ ക്ലാസ്സും കാര്യങ്ങളെല്ലാം കൊടുത്തു, ബാപ്റ്റിസം ക്ലാസ്സും सब कुछ मैंने इसको दिया. मैं बोला, निर्णय लेने का टाइम आ गया ब्रदर, सुसमाचार आपने सुना, सुशेषण കേട്ടു, ഇനി തീരുമാനം എടുക്കേണ്ട സമയമാണ്. तो उसने क्या बोला, पास्टर जी, पप्पा मरने के बाद, പിതാ പപ്പ മരിച്ചതിന് ശേഷം ഞാൻ ചെയ്യാം. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, मैं उसको पूछा, പപ്പ पहले जाएगा तू पहले जाएगा, क्या भरोसा है? പപ്പയാണോ ആദ്യം പോകുന്നത്, നീ ആണോ ആദ്യം പോകുന്നത്, എങ്ങനെ അതിന്റെ ഉറപ്പ് ചോദിച്ചു. But some people, they love mother and father more than Jesus, not for a disciple of Jesus. അവർ യേശുവിന്റെ ശിഷ്യന്മാരല്ല. യേശുവിന്റെ ശിഷ്യനാകണമെങ്കിൽ മാതാപിതാക്കളെയും സഹോദരങ്ങളെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കണം. മനസ്സിലാവുന്നുണ്ടോ പ്രിയരെ? ആർ യു അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ്? यीशु मसीह का चेला अगर होना है तो माँ बाप से और भाई बहनों से भी अधिक यीशु मसीह से प्रेम करना है. हस्बैंड वाइफ से, बच्चों से, कंफर्ट से, सबसे अधिक यीशु मसीह से प्रेम करना है. ദാറ്റ് ഈസ് റിയലി മീനിങ് ഓഫ് ഫെയ്ത്ത്. ഇതാണ് യഥാർത്ഥമായി ഫെയ്ത്തിൻ്റെ അർത്ഥം. ഇത് പലപ്പോഴും ഫെയ്ത്ത് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ വിചാരിക്കുന്നത് ഇങ്ങനെന്തോ വായിന്നെന്തോ പറയുമ്പോൾ അതങ്ങ് നടക്കും നടക്കും നടക്കും, വായും കൊണ്ടങ്ങ് പ്രഖ്യാപിക്കും ബ്രദറെ എന്നൊക്കെ പറയുന്നത് ഫെയ്ത്ത്. ഇതൊന്നും അല്ല ഫെയ്ത്ത്. ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ അനുസരണമെന്നാണ്. കർത്താവ് പറയുന്നത് അനുസരിച്ച് കർത്താവിനെ അനുഗമിക്കുന്നതാണ് യഥാർത്ഥ ഫെയ്ത്ത്. सच में फेथ क्या है? कुछ लोग आज बोलते हैं कि फेथ मतलब बस मुंह से बोल दो ब्रदर, हो जाएगा, मुंह से बोल दो, पॉजिटिव प्रोक्लेम कर लो ब्रदर. फेथ क्या मालूम है? फेथ इज ओबीडियंस. फेथ मीन्स ओबेइंग द मास्टर. तो यहाँ पर ഡിസൈപ്പിൾഷിപ്പ് ആൻഡ് ഫെയ്ത്ത്, വിശ്വാസവും ശിഷ്യത്വവും ഒരുമിച്ച് ഇവിടെ കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. നെക്സ്റ്റ്, അടുത്തത് വേഴ്സസ് 23, 23 വാക്യം. ജീസസ് റിബ്യൂക്ഡ്. 26 വാക്യം ഒന്ന് വായിച്ചു. 26 वचन को जरा पढ़ी. 26. उसने उनसे कहा, हे अल्प विश्वासियों, क्यों डरते हो? तब उसने उठकर आंधी और पानी को डांटा और सब शांत हो गया. മലയാളത്തിൽ വായിച്ചു.
അവൻ അ- അവൻ അവരോട്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഭീരുക്കളാകുവാൻ എന്ത് എന്ന് പറഞ്ഞ ശേഷം എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാസിച്ചപ്പോൾ വലിയ ശാന്തതയുണ്ടായി. അടുത്തത് ഇവിടെ കാണാൻ കഴിയുന്നത്, ഇതുവരെ രോഗത്തിന്റെ മേൽ അധികാരം യേശുവിനുണ്ട്. ഇവിടെ സൃഷ്ടിയുടെ മേൽ अधिकार കർത്താവിനുണ്ട്. अभी तक हमने देखा बीमारियों के ऊपर अधिकार यीशु मसीह को है. अब हम लोग देख रहे हैं नेचर के ऊपर अधिकार यीशु परमेश्वर को है. देखिए, ഓൾഡ് ടെസ്റ്റ്മെന്റ് में पानी के ऊपर अधिकार किसको था? പഴയ നിയമത്തിൽ വെള്ളത്തിന്റെ മേൽ അധികാരം ആർക്കായിരുന്നു? യഹോവയായ ദൈവം, याहवे परमेश्वर को पानी के ऊपर अधिकार है. न्यू टेस्टमेंट में मैथ्यू बोल रहा है समुद्र के ऊपर, लहरों के ऊपर अधिकार यीशु मसीह के. ജീസസ് ഹാസ് അതോറിറ്റി ഓവർ നേച്ചർ. സൃഷ്ടികളുടെ മേൽ അധികാരമുണ്ട്. 28 മുതലുള്ള വാക്യങ്ങളിൽ ഭൂതങ്ങളുടെ മേൽ ദൈവത്തിന് അധികാരമുണ്ട്. ജീസസ് ഹാസ് അതോറിറ്റി ഓവർ ഈവിൽ സ്പിരിറ്റ്. नेचर के ऊपर अधिकार है, ईविल स्पिरिट्स के ऊपर अधिकार है, ഡിസീസസ് के ऊपर अधिकार है, രോഗത്തിന്റെ മേൽ അധികാരമുണ്ട്, സൃഷ്ടിയുടെ മേൽ അധികാരമുണ്ട്, ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്. ചാപ്റ്റർ 9 9 അധ്യായം അതിന്റെ 2 വാക്യം, दूसरा वचन जरा देखिए. चैप्टर 9 वर्सेस 2. उधर लिखा है कि और देखो कई लोग एक जोले के मारे हुए एक को काट पर रखकर उसके पास लाए. यीशु ने उनका विश्वास देखकर उस जोले के मारे हुए से कहा, है पुत्र, ढाढ़स बांध, तेरा पाप क्षमा हुआ है. ആ വ്യക്തിയോട് എന്തോ പറഞ്ഞത്? മകനെ, ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ച് തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. പക്ഷപാതനെ കൊണ്ട് യേശു എന്തോ പറഞ്ഞത്? പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു. കേട്ടവരൊക്കെ എന്തോ പറഞ്ഞേ? सुनने वाले लोग क्या बोला? किसने अधिकार दिया कि പാപോ की क्षमा करें? ആരാ ഈ വ്യക്തിക്ക് അധികാരം കൊടുത്ത്, യേശുവിന് അധികാരം കൊടുത്ത് പാപങ്ങളുടെ മേൽ പാപങ്ങളെ ക്ഷമിക്കുവാൻ വേണ്ടി? The next one, Jesus has authority to forgive sins. Verses 6. 6 വാക്യം നോക്കിക്കോ. 6 വാക്യം അവിടെ കൊടുത്തിരിക്കുന്നത്, എങ്കിലും ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട് എന്ന് നിങ്ങൾ അറിയേണ്ടതിന്, परंतु इसलिए कि तुम जान लो कि मनुष्य के पुत्र को पृथ्वी पर पाप क्षमा करने का अधिकार है. Jesus has authority to forgive sins. Jesus has authority over sickness, over nature, over evil spirit, and over to forgive sins. രോഗത്തിന്റെ മേൽ, സൃഷ്ടിയുടെ മേൽ, പിന്നെ ഭൂതങ്ങളുടെ മേൽ, 4 പാപങ്ങളെ ക്ഷമിക്കുവാൻ യേശുവിന് അധികാരമുണ്ട്. പ്രൈസ് ഗോഡ്. ये है 3 മിറാക്കിൾസ് हमें सिखाता. ഈ 3 സൗഖ്യങ്ങൾ അല്ലെങ്കിൽ വിടുതലുകൾ അല്ലെങ്കിൽ അത്ഭുതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. വേഴ്സസ് 9 ഓൺവേർഡ്സ്, 9 മുതലുള്ള വാക്യം, 9 to 13, 9 തൊട്ട് 13 വാക്യങ്ങളിൽ ഇസ് എ ഡിസൈപ്പിൾഷിപ്പ് ടീച്ചിങ്. ആ ശിഷ്യത്വ പാഠമാണ്. ജീസസ് ने मैथ्यू को बोला, तो मैथ्यू he got up and followed Jesus. 9:9, chapter 9 verses 9. യേശു അവിടുന്ന് പോകുമ്പോൾ മത്തായി എന്ന് പേരുള്ള ഒരു മനുഷ്യൻ ചുങ്കസ്ഥലത്ത് ഇരിക്കുന്നത് കണ്ട് എന്നെ അനുഗമിക്കുക എന്ന് അവനോട് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് അവനെ അനുഗമിച്ചു. तो वो उठकर यीशु के पीछे हो लिया. 10 വാക്യം, 10 വചനം. അവൻ വീട്ടിൽ ഭക്ഷണത്തിന് ഇരിക്കുമ്പോൾ വളരെ ചുങ്കക്കാർ. അപ്പം യേശുവിനെ അനുഗമിക്കാൻ ഇച്ഛിച്ച ഈ മനുഷ്യൻ വീട്ടിൽ വലിയ ഒരു നടത്തി? ഡിന്നർ നടത്തി. എന്നിട്ട് ആൾക്കാരെല്ലാം വിളിച്ചു. मैथ्यू ने जीसस को फॉलो किया और फॉलो करके तुरंत मैथ्यू ने क्या किया? घर पे एक बड़ा सा डिनर पार्टी कर जो है सारे लोगों को बुलाया. പാപികളെയും ചുങ്കക്കാരെല്ലാം വിളിച്ചു सारे लोगों को घर पे बुलाया. See this. ഈ ചുങ്ക പിരിക്കുന്ന ജോലി എന്നുള്ളത് നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ്. बहुत सारा पैसा कमा सकता है वही काम है. टैक्स कलेक्टर बहुत पैसा कमा सकता है. और टैक्स कलेक्टर्स आर वेल्थी पीपल. അന്നത്തെ ചുങ്കക്കാർ വളരെ ധനാട്യന്മാരായിരുന്നു. യേശുവിനെ അനുഗമിക്കാന്ന് പറഞ്ഞപ്പോൾ അങ്ങ് ദുഃഖിച്ചു, വിഷമിച്ചു, വാടി, അയ്യോ എന്തോ വലിയ കാര്യം വിട്ടിട്ട് യേശുവിൻ്റെ പിന്നാലെ വന്നൊന്നും ദുഃഖിച്ചൊന്നുമില്ല, വലിയ ആഘോഷമാണ് നടത്തിയത്. അപ്പോൾ യേശുവിൻ്റെ ശിഷ്യനായിരിക്കുക എന്ന് പറയുമ്പോൾ അയ്യോ ഉള്ള വരുമാനവും പോയല്ലോ, നഷ്ടമായല്ലോ, നിന്നയാന്നല്ലോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ ദുഃഖിച്ച് മുഖം വാടിയിരിക്കുന്ന മത്തായിനെയല്ല കാണുന്നത്.
ഇതിനെ ആഘോഷമാക്കി യേശുവിനെ അനുഗമിക്കുക എന്നുള്ളത് ഇന്ന് ഒരു ദൈവവേദനയിൽ ഭയങ്കര ആഘോഷം പോലെ ആകണം. यीशु के पीछे जाने वाला एक मत्ती ये नहीं सोचा रे मैं यीशु के पीछे गया मेरा तो नुकसान ही नुकसान है, पैसा जो मिलना तो वो भी गया, अभी कुछ भी नहीं, स्टेटस भी नहीं, कुछ भी नहीं है, ऐसा सोचकर मुंह लटका के बैठने वाला एक मत्ती को नहीं देख सकते, बल्कि घर में आनंद मनाता हुआ, लोगों को बुलाकर एक बड़ा भोजन को तैयार कर कर आनंद मनाता हुआ मत्ती को हम लोग देख सकते हैं. And Jesus is teaching something very profound. യേശു അവരെ പഠിപ്പിക്കുന്നത് നോക്കിക്കേ. 12-ാമത്തെ വാക്യം യേശു കേട്ടവരോട് പറഞ്ഞത് എന്താണ്? ദീനക്കാർക്കല്ലാതെ സൗഖ്യം ഉള്ളവർക്ക് വൈദ്യനെ കൊണ്ട് ആവശ്യമില്ല. ഉസ്നെ കഹാ കി വൈദ്യ भले चंगे को नहीं परंतु बीमारों को आवश्यक है. The true sickness of ours is our sin, and Jesus is the physician who has come to heal us. യേശു കർത്താവ് ആ ദീനക്കാർ എന്ന്, നമ്മുടെ യഥാർത്ഥ ദീനം എന്ന് പറയുന്ന പാപമാണ്, മത്തായിയെ പോലെ മറ്റ് പാപികളെ പോലുള്ള പാപമാണ്. എന്നാൽ യേശു നമ്മുടെ കൂടെ വന്നത്, നമുക്ക് വേണ്ടി വന്നത് നമ്മുടെ ദീനം മാറ്റുവാനാണ്. ആ ദീനം എനിക്കുണ്ട് എന്ന് സമ്മതിക്കുന്നവരെ ദീനം മാറ്റുവാനാണ് കർത്താവ്. जो कहेगा कि मुझे बीमारी है, उस बीमारी से परमेश्वर हमें छुटकारा देने के लिए आया है. Jesus has come to call sinners. Have you noticed one thing? ചില കാര്യം ശ്രദ്ധിച്ചോ? चैप्टर 8 में यीशु मसीह एक सेंचुरियन के घर में जाने के लिए चाहता है. യേശു കർത്താവ് ഒരു ശതാധിപന്റെ വീട്ടിലേക്ക് പോകാൻ തീരുമാനിക്കുകയാണ്. ആരാണ്? അവന് അവിശ്വാസിയാണ്, യഹൂദനല്ല. ഇവിടെ 6 കൂടിരുന്ന ഭക്ഷണം കഴിക്കുന്നത് പാപികളോടും ചുങ്കക്കാരോടും കൂടെ. पापी और चुंगी लेने वालों के साथ यहाँ पर खाना खा रहा है. चैप्टर 8 में एक सूबेदार जो जेंटाइल है, जो अविश्वासी है, जो गैर कौम है, उसके पास भी जाने के लिए यीशु मसीह विचार करता हुआ हम लोग देख सकते हैं. आर यू अंडरस्टैंडिंग दिस ब्रदर्स एंड सिस्टर्स? नेक्स्ट verses 14 onwards, 14-ാം വാക്യം തൊട്ട് അവിടെ പരീശന്മാര്, അവിടെ യോഹന്നാന്റെ ശിഷ്യന്മാര് വന്നിട്ട് ചോദിക്കുകയാണ്, പരീശന്മാരും ഞങ്ങളൊക്കെ ധാരാളം ഉപവസിക്കുന്നു, നിന്റെ ശിഷ്യന്മാരെന്താ ഉപവസിക്കാത്ത? verses 14 वचन में, तब यूहन्ना के चेलों ने उसके पास आकर कहा, क्या कारण है कि हम और फरीसी इतना उपवास करते पर तेरे चेले उपवास ही नहीं करते? यीशु का जवाब, 15-ാമത്തെ വാക്യം മലയാളത്തിൽ വായിച്ചോണേ, 15 verses. यीशु ने उसे उत्तर कहा, क्या बाराती जब तक दुल्हा उनके साथ शोक कर सकते हैं? पर वे एक दिन आएगा कि दुल्हा जो है उनसे निकाल किया जाएगा और उस समय वो उपवास करेंगे. യേശു അവനോട് പറഞ്ഞത്, മണവാളൻ കൂടെ ഉള്ളപ്പോൾ തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ കഴിയുകയില്ല. മണവാളൻ പിരിഞ്ഞു പോകുന്നത് നാൾ വരും, അന്ന് അവർ ഉപവസിക്കും. അപ്പോൾ ഇവിടെ ഒരു ഉപവാസത്തെക്കുറിച്ച് ഒരു ലൈൻ മാത്രം ഞാൻ പറഞ്ഞു പോകും. ഉപവാസം എന്ന് പറഞ്ഞാൽ എന്താ? അവിടെ കൊടുത്തിരിക്കുന്ന പദം കണ്ടോ? തോഴ്മക്കാർക്ക് ദുഃഖിപ്പാൻ. അപ്പോൾ യഥാർത്ഥ ഉപവാസം എന്ന് പറയുന്നത് ദുഃഖമാണ്. എന്തോനുള്ള ദുഃഖം? നമ്മുടെ പാപങ്ങളെ ഓർത്ത് ആത്മീകമായിരിക്കുന്ന ദുഃഖം വരുന്നതാണ് യഥാർത്ഥത്തിൽ ഉപവാസത്തിൽ നടക്കേണ്ടത്. सच में उपवास में क्या होना चाहिए? उधर देखो वर्सेस 15 में क्या लिखे? यीशु ने उससे कहा, क्या बाराती जब तक दूल्हा उनके साथ है शोक कर सकता है? शोक मतलब दुख. अगला यीशु ने क्या कहा? पर वो दिन आएगा कि दुल्हा उनसे अलग किया जाएगा, उस समय वो उपवास करेंगे. तो उपवास का मतलब क्या है? सच में शोक करना. किस बात का शोक? अपने गुनाह को रखकर हमें शोक करना है. नो, weeping over our sin, weeping that we are not able to live like Christ. ക്രിസ്തുവിനെ പോലെ എനിക്ക് ജീവിക്കാൻ കഴിയുന്നില്ലല്ലോ എന്നുള്ള ആത്മീക ദുഃഖമാണ് ഉപവാസം എന്ന് പറയുന്നത്. അല്ലാതെ വെള്ളിയാഴ്ച ഉച്ച 12 മണി വരെ ഉപവസിച്ചിട്ടതിന് ശേഷം നല്ല പാലിനകത്ത് ഹോർലിക്സും പഴമൊക്കെ അടിച്ചിട്ട് ചെയ്യുന്നതല്ല उपवास. उपवास का मतलब ये नहीं कि फ्राइडे दोपहर 12 बजे तक करके
दूध के अंदर हॉर्लिक्स और बूस्ट और केला मिलाकर मिक्स करके पीना नहीं है उपवास। उपवास का मतलब ये है शोक करना। Many people, I have noticed even in my life also, हम लोग खाना पीना छोड़ देते फास्टिंग में, लेकिन मोबाइल लेके बैठते, मोबाइल കൊണ്ടിരിക്കും, या तो टीवी देख के बैठेंगे। സോ ആക്ച്വലി ഫാസ്റ്റിംഗ് മത്ലബ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് ഫുഡ് വാട്ടർ കളയുക മാത്രമല്ല, ഉപേക്ഷിക്കുക മാത്രമല്ല, കർത്താവിനോട് വേറിട്ടിരുന്ന് എൻ്റെ പാപങ്ങളെ ഓർത്ത് ദുഃഖിച്ച് വിലപിക്കുന്നതാണ് ഉപവാസം. ദാറ്റ് ഈസ് ന്യൂ ടെസ്റ്റ്മെന്റ് ഫാസ്റ്റിംഗ്. അല്ലാതെ കുഞ്ഞ് 12ാം ക്ലാസ്സിൽ എക്സാം ഒക്കെ എഴുതി കഴിഞ്ഞ് ഇനി ഉപവാസം എഴുതുന്നതിന് മാർക്ക് മാറുമോ? അവനെ എഴുതിയില്ല മാർക്ക് കിട്ടാൻ പോകുന്നത് അല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ഉപവാസം ഇരിച്ച് നമ്മൾ മാർക്ക് മാറ്റുമെന്ന. कुछ लोग उपवास किस लिए करते हैं? बच्चे का मार्क बदलने के लिए। अरे लड़का ने लड़की ने जो लिखे वही मार्क मिलेगा ना, जितना वो पढ़ा वही मार्क मिलेगा। हम लोग क्या सोचते हैं, नहीं हम लोग उपवास करके हम लोग फास्ट करेगा तो मार्क बदलेगा। तो उपवास को हम लोग कैसे लेते हैं? परमेश्वर का हाथ को चलाने का है. ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കുന്നതാണ് ഉപവാസം എന്ന. ദൈവത്തിന്റെ കരത്തെ ചലിപ്പിക്കാനല്ല ഉപവാസം, നമ്മുടെ ജീവിതം മാറാനാണ് ഉപവാസം. उपवास हमारा जीवन को बदलने के लिए, परमेश्वर को बदलने के लिए नहीं है. कुछ लोग प्रेयर से भी थोड़ा इंटेंसिटी वाला चीज है लगता है उपवास. ഉപവാസം എന്നുള്ളത് പ്രാർത്ഥനയേക്കാൾ അല്പം ഇന്റൻസിറ്റി കൂടുതലാണ്. അതായത് ഞാൻ ഇങ്ങനെ വിശന്നും ഒക്കെ ഇരിക്കുമ്പോൾ കർത്താവ് മനസ്സരിഞ്ഞ് ഞാൻ പറയുന്ന മോഹങ്ങളൊക്കെ അങ്ങ് തരും. അതല്ല ഉപവാസം. उपवास करके लोग सोचते हैं कि मैं जब खाना पीना सब छोड़ दिया तो मेरा वो अवस्था देखकर परमेश्वर जो है मेरा इच्छा को दे देगा. नो नो, दैट इज नॉट फास्टिंग. फास्टिंग इज रियली फीलिंग, Matthew chapter 5 verses 4, മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം നോക്കിക്കേ. 5:4, ധന്യ ഹേ വേ ജോ ശോക് കർത്തെ ക്യോंकि उन्हें ശാന്തി പായേഗാ. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ. എന്തിനുള്ള ദുഃഖം? എന്തിനുള്ള ദുഃഖം? നമ്മുടെ അവസ്ഥയെ കണ്ടുള്ള ദുഃഖം. ആ ദുഃഖം ഉള്ളവർ ഭാഗ്യവാന്മാർ. അവർക്ക് എന്ത് കിട്ടും? അവർക്ക് ആശ്വാസം ലഭിക്കുന്നു. ആര് കൊടുക്കും ആശ്വാസം? പരിശുദ്ധാത്മാവ് ആശ്വാസം കൊടുക്കും. അപ്പൊ ഉപവാസത്തിൽ കൂടെ നമുക്ക് ആശ്വാസം ലഭിക്കും. आत्मिक आश्वासമാണ് നമുക്ക് ലഭിക്കുന്നത്. आत्मिक रीति से मुझे आप लोग को शांति मिलेगा. आत्मिक रीति से हम लोग आसूदा होंगे. पवित्र आत्मा पाखुरों में आसूदा करेगा. कब? when we cry and mourn with a spiritual weeping. Spiritual weeping. ആത്മീക ദുഃഖം നമ്മുടെ ഉള്ളിലുണ്ട്. ഇതാണ് പുതിയ നിയമ ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് മോഹങ്ങൾ നേടാൻ വേണ്ടി, നമ്മുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയുള്ള തീവ്രമായിരിക്കുന്ന എന്തോ സംഭവമല്ല. अपना बातें चलने के लिए, अपना बातें पूरा होने के लिए परमेश्वर को किसी भी मैनिपुलेट करना, ये नहीं है फास्टिंग. फास्टिंग इज change in our inner person. Okay, so New Testament fasting is different. See verses 16 and 17. 9-ന്റെ 16-ഉം 17-ഉം വാക്യം നോക്കിക്കേ. chapter 9 का 16 and 17. പഠിയേ ബാന സിസ്റ്റർ, പഠിയേ 16 and 17. 16-17 മലയാളത്തിലും ഒന്ന് വായിച്ചോ. कोरे कपड़े का पैबंद पुराने वस्त्र पर कोई नहीं लगाता, क्योंकि वह पैबंद उस वस्त्र से कुछ और खींच लेता है और वह अधिक फट जाता है. और लोग नया दाखरस पुरानी मशकों में नहीं भरते हैं, क्योंकि ऐसा करने से मशकें फट जाती हैं और दाखरस बह जाता है और मशकें नष्ट हो जाती हैं. परंतु नया दाखरस नई मशकों में भरते हैं और वे दोनों बचे रहते हैं. क्या है इसका मतलब? क्या है? ओल्ड टेस्टमेंट फास्टिंग और न्यू टेस्टमेंट फास्टिंग फर्क है. ഓൾഡ് ടെസ്റ്റ്മെന്റ് ആൻഡ് ന്യൂ ടെസ്റ്റ്മെന്റ് അലകെ. പഴയ നിയമവും പുതിയ നിയമവും വ്യത്യാസമാണ്. പഴയ നിയമത്തിന്റെ ഉപവാസവും പുതിയ നിയമത്തിന്റെ ഉപവാസം വ്യത്യാസമാണ്. അതായത് പഴയ തുണി എടുത്ത് പുതിയതിലോട്ട് തുന്നാൻ പറ്റത്തില്ല. അതിനല്ല കർത്താവ് വന്നത്. എൻ്റെ അർത്ഥം പഴയ നിയമം ഇല്ലെന്നല്ല, പഴയ നിയമം നിവർത്തിക്കാനാണ് വന്നത്. പക്ഷേ പഴയ നിയമത്തിന്റെ രീതിയിലുള്ളതല്ലായിരിക്കും പുതിയ ഉടമ്പടി. പുതിയ ഉടമ്പടിയിലുള്ള ഉപവാസമേ വ്യത്യാസമാണ്. ओल्ड टेस्टमेंट का जैसा नहीं होगा न्यू टेस्टमेंट का फास्टिंग. ओल्ड टेस्टमेंट का न्यू टेस्टमेंट का फास्टिंग, इट विल बी कंप्लीट चेंज. इट विल बी इनर पर्सन. അകത്തെ മനുഷ്യന്റെ രൂപാന്തരമാണ് ഉപവാസം എന്നുള്ളത്. ജീസസ് ഇസ് സെയിങ്, मैं जाने के बाद है ना ये लोग उपवास करेंगे. ഞാൻ പോയതിനു ശേഷം ഇവർ ഉപവസിക്കും. मैं न्यू कवेनेंट एस्टैब्लिश करने के बाद ये लोग उपवास करेंगे. ഞാൻ പുതിയ ഉടമ്പടി എസ്റ്റാബ്ലിഷ് ചെയ്യും, അവർ ഉപവസിക്കും.
ആ ഉപവാസം പഴയ നിയമവുമായിട്ട് വളരെ വ്യത്യാസമായിരിക്കും. ഇറ്റ് വിൽ ബി ഡിഫറെന്റ്. ओल्ड एंड न्यू को एक साथ स्टिच करने के लिए नहीं आया मैं. क्या होएगा स्टिच करेगा तो फट जाएगा. ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്താൽ എന്തോ പറ്റും? അത് കീറിപ്പോകും. 17ാമത്തെ വാക്യം, പുതു വീന് പഴയ തുരുത്തിയിൽ പകരുമാറില്ല. हाँ, और नया दाकरस पुरानी मशकों में क्या नहीं करेंगे? नहीं कर सकते. इधर देखिए, पुरानी मशके में ये वाइन का एक प्रॉपर्टी, वाइन ഒരു प्रॉपर्टी ഉണ്ട്. वाइन क्या होता है मालूम है? एक्सपैंड होता है. वाइन एक्सपैंड आउट, फर्मेंट आई एक्सपैंड आउट. वाइन इങ്ങനെ गैस कर जो है वो एक्सपैंड होता है. तो क्या होता है, ये मशका जो स्किन से बना है वो भी एक्सपैंड होता है. ഈ സ്കിന്നും കൊണ്ട് ഉണ്ടാക്കിയ ഈ ഈ ഈ തുരുത്തി ഉണ്ടല്ലോ, ഈ വൈൻ എക്സ്പാൻഡ് ആകുന്നതനുസരിച്ച് ഈ തുരുത്തിയും എക്സ്പാൻഡ് ആകും. ഈ എക്സ്പാൻഡ് ആയ തുരുത്തി പുതിയ വൈൻ ഇട്ടുമ്പോൾ എന്ത് പറ്റുന്നറിയാമോ? ഈ പുതിയ വൈൻ എന്താവും? എക്സ്പാൻഡ് ആവും. ഇത് പൊട്ടിപ്പോവും. എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിൽ പഴയ ഉടമ്പടി വെച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ പുതിയ വീഞ്ഞ് ഒഴിക്കാൻ പറ്റത്തില്ല. ആ പഴയ തുരുത്തി ഉടയണം. ഒന്ന് പുതിയ തുരുത്തി ആയെങ്കിൽ മാത്രമേ പുതിയ ഉടമ്പടി നമ്മുടെ ഉള്ളിൽ കർത്താവ് പകരത്തുള്ളൂ. इसका मतलब क्या मालूम है? पुराना मशके में अगर नया वाइन को डालेगा, वाइन तो अपना काम करेगा, वाइन तो एक्सपैंड होएगा. वाइन एक्सपैंड होएगा तो ये मशके क्या हो जाएंगे? फट जाएंगे, रुक नहीं पाएगा. इसके लिए क्या होना है मुझे और आप लोगों को? वी हैव टू बिकम ए न्यू कवेनेंट बिलीवर, न्यू बॉर्न बिलीवर्स, न्यू बर्थ. नया मशके हमें होना है. പുതിയ തുരുത്തികളാകണം നമ്മൾ. എന്നെങ്കിൽ മാത്രമേ പുതിയ ഉടമ്പടി നമ്മുടെ ഉള്ളിൽ പകരുകയുള്ളൂ. फिर चलकर नया दाकरस हमारे अंदर उंडेलेगा. कब? किसके अंदर उंडेलेगा? ए न्यू वाइन स्किन. वी हैव टू आस्क अवरसेल्फ. നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ പുതിയ തുരുത്തി ആയോ? ഇപ്പോഴും പല സഭകൾക്ക് ട്രഡീഷന് ഭയങ്കര താല്പര്യമാണ്. ആ ക്രമത്തിൽ പോയില്ലെങ്കിൽ ഭയങ്കര വിഷമമാണ് പലർക്കും. അതായത് ആദ്യം ഒരു പാട്ട്, പിന്നെ ഒരു പ്രാർത്ഥന, പിന്നെ ഒരു സങ്കീർത്തനം, പിന്നെ ഒരു സാക്ഷ്യം, പിന്നെ ഒരു പ്രസംഗം, പിന്നെ ഒരു ഇത്. അയ്യോ അവിടെ തെറ്റിക്കല, അയ്യോ സങ്കീർത്തനം എന്തോ ഇല്ലാത്ത, അയ്യോ ഈ സഭ പോക്ക. പഴയതിൽ ഇപ്പോഴും കിടക്കുക, പഴയ തുരുത്തിയില്ല ഇപ്പോഴും. നല്ല ട്രഡീഷൻസ് വേണം, പക്ഷേ ദൈവവചനത്തെ വിട്ടുള്ള ഒരു ട്രഡീഷനും ദൈവമക്കൾക്ക് വേണ്ട. प्रभु का वचन को छोड़कर कोई ट्रेडिशन की जरूरत नहीं हमें. Praise God. I don't entertain children going for competitions, Sunday school का competition, गीत का competition, वो competition, ये competition. वैसे ट्रेडिशनल चर्चസിൽ അത് ഇല്ലെങ്കിൽ എന്തോ ഒരു ബോർ പോലെ. അയ്യോ അത് ഇല്ലല്ലോ നമ്മുടെ ദൈവസഭയിൽ. I don't entertain. अभी हमारे चर्च का बच्चे लोग दूसरा कोई संडे स्कूल जाता है, उनका कुछ कॉम्पिटिशन्स था. इधर बच्चों लोगों को वर्सेस का कंपटीशन था. मेरा वाइफ ने बच्चों को बोला, डोंट स्टडी एनी वर्ड्स फॉर कंपटीशन, स्टडी वर्सेस, स्टडी बाइबल वर्सेस फॉर योर लाइफ. ദൈവത്തിന്റെ വചനം കോമ്പറ്റീഷന് വേണ്ടി മുറിവാക്യം എടുത്ത് അവിടുന്ന് എടുത്ത് ഇവിടുന്ന് എടുത്ത് 10 വാക്യം 15 വാക്യം ഒപ്പിച്ച് ട്രോഫി വാങ്ങിക്കാനല്ല നീ പോകുന്നത്. നീ ദൈവവചനം നിന്റെ ജീവന് വേണ്ടി നീ പഠിച്ചോളാം എന്ന് പറഞ്ഞു. फर्स्ट जॉन उसको ഉൾട്ടാ കടാ കർക്കെ സിക്കായ. അവനെ തിരിച്ച് നിർത്തി തലയും കുത്തിയിരുത്തി 1 യോഹന്നാൻ മൊത്തം മനപ്പാടമാക്കി. മുറിവാക്യം കൊണ്ട് വന്ന് 50 വാക്യമൊക്കെ എഴുതി ട്രോഫി വാങ്ങാം. उधर उधर का छोटा छोटा वर्सेस लेके हम ट्रॉफी ले सकता है, जीवन नहीं मिलेगा. അപ്പൊ ട്രഡീഷണൽ ചർച്ചസിൽ എന്താ? ഇത് വേണം, കോമ്പറ്റീഷൻ വേണം, കോമ്പറ്റീഷൻ. അയ്യോ കഷ്ടം. कभी कभी वो के इतना ये होता है. अभी पिछले दिन में ये कल परसों का बात है, एक चर्च का मैं एक स्टेटस देखो, ഒരു സഭയുടെ ഒരു സ്റ്റേറ്റസ് ഞാൻ കണ്ടു. ഒരു 4 പേര് ചെന്ന് പാട്ടുപാടി ഫസ്റ്റ് കിട്ടി. പാസ്റ്ററും വിശ്വാസികളും വലിയൊരു ട്രോഫി പിടിച്ചു പൊക്കി അങ്ങോട്ട് എടുത്ത് എന്നിട്ട് താഴെ ഒരു വാക്ക്, ഇതുവരെ ഞങ്ങൾ കർത്താവ് നടത്തിയെന്ന്. अभी तक प्रभु ने हमको चला വലിയ बड़ा एक ट्रॉफी रखकर 4 लोग जाके गीत गाए, उसको फर्स्ट मिला वो ट्रॉफी रखकर. Is that what is great thing? വലിയ പാട്ട് പാടി ട്രോഫി കിട്ടിയതാണോ വലിയ കാര്യം? എന്താ ഇതിന്റെ അർത്ഥം എന്ന് പറയട്ടെ. ഇതിന്റെ അർത്ഥം ജീസസ് സഭ ഇല്ലാത്തത് കൊണ്ട് ഈ പരിപാടികളെല്ലാം നമ്മൾ ചെയ്യുന്നത്. यीशु मसीह कलीसिया में नहीं है, इसके लिए ये सब बातें चर्च में करके एंटरटेन करना पड़ेगा लोगों को. ന്യൂ കവനന്റ് क्या है? എന്താണ് പുതിയ ഉടമ്പടി?
ന്യൂ കവനന്റ് മേയർ അപ്ലോക്ക് ന്യൂ വൈൻ സ്കിൻ തന്നെ. ഞാനും നിങ്ങളും പുതിയ തുരുത്തിയാകണം. न्यू वाइन स्किन बनेंगे तो ही ന്യൂ കവനന്റ് हमारे अंदर परमेश्वर डालेगा. പുതിയ ഉടമ്പടി നമ്മുടെ ഉള്ളിൽ കർത്താവ് ഇടത്തുള്ളൂ. ഇന്ന് രാത്രി നമുക്ക് അത്രയും വരെ ചിന്തിച്ചു. 9-ാം അധ്യായം 3, ബാക്കി 4 അത്ഭുതം ഞാൻ പറയുന്നില്ല. ബാക്കി 4 आगे का 4 मिराकल्स मैं नहीं बता रहा हूं, आप लोग पढ़िएगा. बट दिस थॉट should bring you to the Lord. Am I a new wineskin? ഞാൻ ഒരു പുതിയ തുരുത്തിയായോ? Am I a new wineskin? क्या मैं एक नया मशक बना है क्या? उस नए मशकों में ही परमेश्वर नए दाकरस को डालता है. പുതിയ ജന്മം നമ്മുടെ ഉള്ളിൽ നടന്നില്ലെങ്കിൽ പ്രിയരെ, പാരമ്പര്യവും പഴയതുമൊക്കെ വെച്ച് നമ്മൾ ജീവിച്ച് ചീർത്ത് പോകുന്നല്ലാതെ പുതിയ ഉടമ്പടിയുമായിട്ട് നമുക്കൊരു ബന്ധമില്ല. അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിലേക്ക് കടന്നു വന്ന് എന്നെ പുതുതാക്കണമേ. മേക്ക് മീ എ ന്യൂ വൈൻ സ്കിൻ करके हम लोग प्रार्थना करेंगे. pour out the wine of the new covenant in me. പുതിയ ഉടമ്പടിയുടെ ആ വീഞ്ഞിനെ എൻ്റെ ഉള്ളിലേക്ക് പകരുമാറാകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്, ലെറ്റ്സ് പ്രേ. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം.